Good morning. Good morning, കേട്ടോ. Breakfast ഒക്കെ കഴിച്ചോ? കഴിച്ചു. ഓക്കെ. ഇന്നലെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഞാൻ കഴിച്ചു കേട്ടോ, കഴിച്ചു. ഇന്നലെ എടുത്തതൊക്കെ വായിച്ചോ? മോക്ക് ടെസ്റ്റ് ചെയ്താ? മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ല അല്ലേ? ഓക്കെ. നമുക്ക് ഇന്നലെ എടുത്തത് ഒന്നും കൂടി ഒന്ന് നോക്കാം അല്ലേ? റിവൈസ് ചെയ്യാം. എന്നാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആക്ട് നിലവിൽ വന്നത്? THOA എന്നാ നിലവിൽ വന്നത്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് 1994. വെരി ഗുഡ്. ഓക്കെ. എന്താ ഇതിനകത്ത് പറയുന്നേ? This act to provide a system of removal, storage and transplantation of human organs for therapeutic purposes and for prevention of commercial dealings in human organs. Okay. ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഒഴികെയാണ് ഈ ആക്ട് നിലവിൽ വന്നത് ആദ്യ സമയത്ത്? ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഒഴികെ? ആന്ധ്ര, ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? ഓക്കെ. എന്നാണത് അമെൻമെന്റ് ചെയ്തത്? അമെൻമെന്റ് 2011 അല്ലേ? ഡേറ്റ് പറഞ്ഞ കൃത്യമായിട്ട്. came into force on ഏത് ഡേറ്റാ? മറ്റു ചില സംസ്ഥാനങ്ങളും കൂടി ഇത് പാസ്സാക്കിയത് 10/1/2014. ഓക്കെ. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് എന്ന് പറയുന്നത് അമെൻമെന്റ് പ്രകാരം എന്ത് ആക്ട് ആയി മാറി? പേരെന്തായി മാറി? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് അല്ലേ? 1994. തോട്ടാ. ഓക്കെ. ബ്രെയിൻ ഡെത്ത് എന്തായിട്ടാണ് അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യയില് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളില്? ലീഗൽ ഡെത്ത് ആണ് അല്ലേ? ഓക്കെ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്താ പറയുന്നേ? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആക്ട് എന്താ പറയുന്നേ? The act prescribed the obligation to obtain a permit from the minister for the collection, sale, import or export for animal semen for the carrying out artificial insemination. അല്ലേ? ഓക്കെ. കസ്റ്റഡി ഓഫ് മെന്റലി ഇൽ പേഷ്യൻസില് ഈ ഒരു സെക്ഷൻ കുറിച്ച് പറയുന്നുണ്ട്. നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരമുള്ള ഒരു സെക്ഷൻ. ഏതാണ് സെക്ഷൻ 14? ഓക്കെ. PNDT ആക്ട് എന്നാണ് നിലവിൽ വന്നത്? PNDT ആക്ട് 1994. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും അറിയാം. ഇനി നിങ്ങള് അടുത്തത് റീഡ് ചെയ്തോളൂ കേട്ടോ. ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് റീഡ് ചെയ്യുക. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് റീഡ് ചെയ്യുക. ദ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് റീഡ് ചെയ്യുക. ഈ 3 ആക്ടുകളും ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം.
വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫുഡ് അഡൾട്രേഷൻ ആക്ട്. എന്താണ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് പറയാമോ? എന്തെങ്കിലും പിടികിട്ടിയോ വായിച്ചപ്പോ? മായം ചേർക്കുന്നത് തടയുന്നത്. വെരി ഗുഡ് ശരണ്യ. വെരി ഗുഡ്. ഫുഡുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. The Act provides the protection from adulteration. Adulteration എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മായം ചേർക്കുന്നത് കേട്ടോ. മായം ചേർക്കുന്നതാണ് കേട്ടോ. ഓക്കെ. Contamination of food that may lead to the health risk of consumers. Contamination എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാക്കുന്നത്. ഓക്കെ, മലിനമാക്കുന്നത് കേട്ടോ. The Act deals with the frauds also that can be perpetrated by the dealers by supplying cheaper or adulterated foods. The Act regulates the use of chemicals, pesticides, flavors, and other additives in food preparation. Through this Act, there is a control over dumping of substandard foods, enrichment of flour, bread, or other cereals with vitamin C in certain foods can be done under the provision made in this Act. Other acts related to healthcare industry are ID Act, WC Act, ESI Act, Trade Union Act. Okay. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, മീനിങ് പറഞ്ഞു തന്നായിരുന്നു. അഡൾട്രേഷൻ മീൻസ് മായം ചേർക്കുക, കണ്ടാമിനേഷൻ മീൻസ് മലിനമാക്കുക. The Act provides the protection from adulteration, contamination of food that may lead to the health risk of consumers. അതായത് ഭക്ഷണത്തിൽ മായം ചേർക്കുന്നതും മലിനമാക്കുന്നതും തടഞ്ഞ് കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കുന്നതിനാണ് ഈ. ഓക്കെ, മനസ്സിലായല്ലോ? ഭക്ഷണത്തില് മായം ചേർക്കുന്നതും മലിനമാക്കുന്നതും തടഞ്ഞ് കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, then the Act deals with the frauds also that can be perpetrated by the dealers by supplying cheaper or adulterated foods. അതായത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട വഞ്ചനകൾ. ഓക്കെ, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഞ്ചനകൾ, അതായത് ചതിക്കുഴികളൊക്കെ ഉണ്ടല്ലോ. അതായത് ഭക്ഷണത്തിൽ മായം ചേർക്കുക, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ പറ്റിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വഞ്ചനകൾ ഈ നിയമം പ്രിവെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വില കുറഞ്ഞതോ അല്ലെങ്കിൽ മായം ചേർത്തതോ ആയ ഭക്ഷണം നൽകി ആളുകളെ വഞ്ചിക്കുന്നത് തടയും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട്, വില കുറഞ്ഞതോ അല്ലെങ്കിൽ മായം ചേർത്തതോ ആയ ഭക്ഷണം നൽകി ആളുകളെ വഞ്ചിക്കുന്നത് എന്ത് ചെയ്യുന്നു? ഈ നിയമം തടയുന്നു. ക്ലിയർ ആണോ? യെസ്. ഓക്കെ. Then next one, the Act regulates the use of chemicals, pesticides, flavors, and other additives in food preparation. അതുപോലെ തന്നെ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ്, ഫ്ലേവേഴ്സ്, അഡിറ്റീവ്സ് എന്നിവയുടെ ഉപയോഗം ഈ നിയമം വഴി നിയന്ത്രിക്കുന്നു. ഇപ്പൊ ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചില കേസുകൾ നമുക്കറിയാം, മായം പോലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചേർക്കാറുണ്ട് അല്ലെ? അപ്പൊ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ വന്നത്, ഈ നിയമം നിലവിൽ വന്നത്. ഓക്കെ, ഇപ്പൊ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് കെമിക്കൽസ്, അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, ഫ്ലേവേഴ്സ്, അഡിറ്റീവ്സ് എന്നിവയുടെ ഉപയോഗം ഈ നിയമം നിയന്ത്രിക്കുന്നു. ഓക്കെ,
Then through this act there is a control over dumping of substandard foods. അതുപോലെ തന്നെ നിലവാരമില്ലാത്ത substandards എന്ന് പറഞ്ഞാല് നിലവാരമില്ലാത്ത ഫുഡ്സ് ഭക്ഷണങ്ങൾ എന്നാണ് കേട്ടോ. നിലവാരമില്ലാത്ത ഫുഡ് ഐറ്റംസ് ആണ് സബ്സ്റ്റാൻഡേർഡ്സ് ഫുഡ്സ്. അപ്പൊ നിലവാരമില്ലാത്ത ഭക്ഷണങ്ങള് വിപണിയിൽ മാർക്കറ്റിൽ ഇറക്കുന്നത് നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നിയമം നിലവിൽ വന്നത്. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ് എവിടെ ഇറക്കാൻ പാടില്ല? മാർക്കറ്റില് അവൈലബിൾ ആക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. The next one, enrichment of flour, bread or other cereals with vitamin C in certain foods can be done under the provision made in this act. അതുപോലെ തന്നെ ചില ഭക്ഷണ പദാർത്ഥങ്ങളില് വൈറ്റമിൻ സി പോലുള്ള വിറ്റാമിനുകൾ ചേർത്ത് അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ വർദ്ധിപ്പിക്കുന്നതിന് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഈ നിയമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതായത് ചില പൊടികളില്, പിന്നെ ബ്രെഡ് പോലുള്ള കാര്യങ്ങളില്, സിറിയൽസിൽ, ഇതിനകത്തൊക്കെ എന്ത് ചേർക്കാം? വൈറ്റമിൻ സി പോലുള്ള വൈറ്റമിനുകൾ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം എന്നുള്ളത്, ആഡ് ചെയ്തിട്ട് അതിന്റെ ന്യൂട്രീഷ്യസ് വാല്യൂ വർദ്ധിപ്പിക്കാം എന്നുള്ളത് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ചേർക്കാവുന്നതാണെന്നാണ് ഇവിടെ പറഞ്ഞ് വെക്കുന്നത്. ഇനി അടുത്ത ആക്ടുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആക്ടുകളാണ്. ഒന്ന് ID ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഒന്ന്. പിന്നെ മറ്റൊന്നാണ് WC ആക്ട്, അതായത് വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. ഓക്കെ, ID ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. WC എന്ന് പറഞ്ഞാൽ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് ആണ്. അടുത്തതാണ് ESI ആക്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ESI? ESI എന്താ? പഠിച്ചിട്ടില്ലേ? ESI എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് കേട്ടോ. ESI ആക്ട് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഓക്കെ, ESI ആക്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ ആക്ട്, എന്താണ്? തൊഴിലാളി യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണ്. യെസ്, അടുത്തത് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് വൺ ആണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അഥവാ ID ആക്ട്. എന്താണ് പറയുന്നത് നോക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അല്ലെങ്കിൽ ID ആക്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 ആസ് പെർ സെക്ഷൻ 2 അണ്ടർലൈൻ ചെയ്യാട്ടോ. സെക്ഷൻ 2 പ്രകാരമുള്ള കാര്യമാണ് പറയുന്നത്. ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. Industrial dispute is defined as any dispute or difference between employers or between employers and workmen or between workmen and workmen which is connected with the employment or non-employment or the terms employment or with the condition of labor of any person. Okay. അപ്പോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടില് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ആക്ട് എന്ന് പറഞ്ഞാല് 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കണം, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ആ ഒരു സമയത്ത് നിലവിൽ വന്നിട്ടുള്ള ആക്ട് ആണത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. സെക്ഷൻ 2 പ്രകാരമാണ് ഇത്. അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിലെ 1947 സെക്ഷൻ 2 ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് is defined as any dispute or difference between employers or between employers and workmen or between workmen and workmen which is connected with the employment or non-employment or the terms employment or with the condition of labor of any person. അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു തർക്കം
അല്ലെങ്കിൽ എന്താണ് ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്, വ്യാവസായികപരമായിട്ടുള്ള തർക്കം, അതാണ് അതിന്റെ കറക്റ്റ് മലയാളം മീനിങ് വരിക. അപ്പൊ അതിന്റെ ശരിക്കും അതിന്റെ എക്സ്പ്ലനേഷൻ മീനിങ് ഇതാണ്: നമ്മുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമാണത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്. ഓക്കെ, മനസ്സിലായോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എനി ഡിസ്പ്യൂട്ട്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ട തർക്കം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസമാണ്. ഓക്കെ, ഇനി ആരൊക്കെ തമ്മിലാണ് ഇത് ഉണ്ടാകുന്നത്? അതിന്റെ എക്സ്പ്ലനേഷൻ ആണത് ഇവിടം മുതൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ? ഇതിൽ മൊത്തം ആരൊക്കെ തമ്മിലാണ് ആ തർക്കം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെ തമ്മിലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുക. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആരൊക്കെ തമ്മിലായിരിക്കും ഉണ്ടാവുക? ഒന്ന് ഓർത്തു നോക്കിയേ, പറഞ്ഞു നോക്കിയേ, ആരൊക്കെ തമ്മിലാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവുക? ആരൊക്കെ തമ്മിലാ? ആ ഓക്കെ, എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ ഉണ്ടാവാറുണ്ട് അല്ലെ? ഇവിടെ 3 രീതിയിൽ നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാല് എംപ്ലോയറും എംപ്ലോയറും തമ്മിൽ, അതായത് ഒരു തൊഴിലുടമയും മറ്റൊരു തൊഴിലുടമയും തമ്മിൽ എന്തുണ്ടാവാറുണ്ട്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്. ഉണ്ടാവാറില്ലേ? കമ്പനികളുടെ ഓണേഴ്സ് തമ്മില് തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ? യെസ്, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ എന്താണ്? എംപ്ലോയർ ബിറ്റ്വീൻ എംപ്ലോയർ, അതായത് ഒരു എംപ്ലോയറും മറ്റൊരു എംപ്ലോയറും തമ്മില്, രണ്ട് സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത തൊഴിലുടമകൾ തമ്മില് തർക്കം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ തന്നെ പാർട്ട്നേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകളില്ലേ, പാർട്ട്നേഴ്സ്, അവര് രണ്ടുപേരും തൊഴിലുടമകളല്ലേ, അവര് തമ്മിലും എന്തുണ്ടാവാറുണ്ട്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്. അതാണ് ഒരു കാറ്റഗറി കേട്ടോ. അപ്പൊ എംപ്ലോയറും മറ്റൊരു എംപ്ലോയറും തമ്മില് ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തത് എംപ്ലോയറും വർക്ക്മെനും തമ്മിൽ, നേരത്തെ പറഞ്ഞതാണ്, ഇവിടെ കമന്റ് ചെയ്തതാണ് അല്ലെ. അതായത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ, അതായത് തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ഉണ്ടാവാറുണ്ടല്ലേ. ഫാക്ടറിയിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഉണ്ടാവാറില്ല, ചില സ്ഥാപനങ്ങളില് തൊഴിലുടമ അതായത് എംപ്ലോയറും വർക്ക്മെനും, തൊഴിലാളി അല്ലെങ്കിൽ എംപ്ലോയറും തമ്മിൽ എന്തുണ്ടാവാറുണ്ട്? തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയാണ് കേട്ടോ അത്. ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞു എംപ്ലോയറും എംപ്ലോയറും തമ്മിൽ. രണ്ടാമത്തേത് എന്താണ്? എംപ്ലോയറും വർക്ക്മെൻ അഥവാ എംപ്ലോയിയും തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്? തർക്കം ഉണ്ടാവാറുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? വർക്ക്മെനും തമ്മിൽ, ദാറ്റ് ഈസ് എംപ്ലോയിയും എംപ്ലോയിയും തമ്മിൽ. ഒരു തൊഴിലാളിയും മറ്റൊരു തൊഴിലാളിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാറില്ലേ ഒരു സ്ഥാപനത്തില്? ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള ആളുകൾ തമ്മിൽ എന്തുണ്ടാവാറുണ്ട്? തൊഴിലുകൾ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി മാത്രമല്ല, വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. കണക്റ്റഡ് വിത്ത് ദ എംപ്ലോയ്മെന്റ് ഓർ നോൺ എംപ്ലോയ്മെന്റ് ഓർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓർ വിത്ത് ദ കണ്ടീഷൻ ഓഫ് ലേബർ ഓഫ് എനി പേഴ്സൺ. അതായത് ഒരാളെ ജോലിയിൽ നിയമിക്കുന്നതോ ജോലി അയാൾക്ക് നൽകാത്തതോ ആയിട്ടുള്ള തർക്കം, അതും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിൽ വരാം. ഒരു കമ്പനി ഒരാളെ നിയമിച്ചു എന്ന് വിചാരിക്കുക, അത് മറ്റ് ലേബേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവാറുണ്ട്? അവിടെ ഡിസ്പ്യൂട്ട് നടക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് ജോലി കൊടുക്കുന്നില്ല, അർഹതപ്പെട്ടതാണ് പക്ഷെ അവർക്ക് ജോലി കൊടുക്കുന്നില്ല, അങ്ങനെയും എന്തുണ്ടാവാറുണ്ട്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്. ഇനി വേറെ കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതെന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് പറയുന്നത്? അതായത് ശമ്പളം സംബന്ധിച്ച കാര്യങ്ങൾ, സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് നടക്കാറുണ്ട്. പിന്നെ വർക്കിംഗ് അവേഴ്സ്, ജോലി സമയവുമായി നിങ്ങൾ HR പഠിച്ചിട്ടില്ലേ? HR ഗ്രീവിയൻസ് പഠിക്കുമ്പോ ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, ഡിപ്ലോമയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാകാറുണ്ട്.
അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ മറ്റ് എംപ്ലോയ്മെന്റ് കണ്ടീഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് നടക്കാറുണ്ട്? ഡിസ്പ്യൂട്ട് നടക്കാറുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് എൻവയോൺമെന്റ് കേട്ടോ, അതായത് തൊഴിലാളി എംപ്ലോയിയുടെ വർക്കിംഗ് എൻവയോൺമെന്റ്, അതായത് തൊഴിൽ സാഹചര്യങ്ങളെ സംബന്ധിച്ച തർക്കങ്ങളും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണ്. അപ്പോ ആരൊക്കെ തമ്മിൽ നടക്കാം എന്ന് ഞാൻ പറഞ്ഞു. എംപ്ലോയറും തമ്മിൽ നടക്കാം, വർക്കുമെനും എംപ്ലോയറും തമ്മിൽ നടക്കാം, വർക്കുമെനും അതായത് എംപ്ലോയിയും തമ്മിൽ നടക്കാം. പിന്നെ ഒരാളെ ജോലിയിൽ നിയമിക്കുന്നതോ ജോലി നൽകാത്തതോ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടിന് കാരണമാകാം. ശമ്പളം, സാലറി സംബന്ധിച്ച് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവാം, ജോലി സമയം സംബന്ധിച്ചുണ്ടാകാം. പിന്നെ മറ്റ് എംപ്ലോയ്മെന്റ് കണ്ടീഷൻ അനുസരിച്ച് ഉണ്ടാകാം. അതുപോലെ തന്നെ തൊഴിൽ സാഹചര്യങ്ങളുമായി സംബന്ധിച്ച് തർക്കവും എന്ത് തന്നെയാണ്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അഥവാ ID ആക്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വൺ വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് ആണ് കേട്ടോ, അഥവാ WC ആക്ട്. The Workmen's Compensation Act 1923 aims to provide workmen and or their dependents. Dependents means asradharata. Some in case of accidents arising out of and in the course of employment and causing either death or disablement of workmen. This act imposes statutory liability upon an employer to provide payment to employees when they suffer from physical disabilities and diseases during the course of employment. Workmen's Compensation Act 1923, it extends to the whole of India. It came into force on the first day of July 1924. Okay. എന്താണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വർക്ക്മെൻ എന്നാണ് കേട്ടോ, വർക്ക്മാൻ എന്നല്ല, വർക്ക്മെൻ. തിരുത്തട്ടോ. എന്താണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്? എന്തെങ്കിലും മനസ്സിലായോ വായിച്ചിട്ട്? എന്തെങ്കിലും ക്ലിയർ ആണോ? ജോബ് റിലേറ്റഡ് ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ആക്ട് വഴി ഈ ആക്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെ? ഓക്കെ, വെരി ഗുഡ്, ശരിയാണ് പറഞ്ഞത് കേട്ടോ. ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് ഇതുവഴി. ഓക്കെ, ഈ ആക്ട് വഴി. ഓക്കെ, പിന്നെന്താ? പിന്നെന്താ പറയുന്നേ? നമുക്ക് നോക്കാം. അടുത്ത് സംഭവിക്കുകയാണെങ്കിൽ The Workmen's Compensation Act 1923 aimed to provide workmen and or their dependents some in case of accidents arising out of and in the course of employment and causing either death or disablement of workmen. അതായത് 1923 അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. 1923 വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, 1923 കേട്ടോ, ഇൻഡിപെൻഡൻസിന് മുമ്പാണ് കേട്ടോ ഇത് നിലവിൽ വന്നേ. 1923 എന്താണത്? എയിംസ് ടു പ്രൊവൈഡ് വർക്ക്മെൻ ആൻഡ് ഓർ ദെയർ ഡിപെൻഡൻസ്, അതായത് ജോലി ചെയ്യുന്ന വ്യക്തിക്കും
ആവശ്യമെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് മീൻസ് ആശ്രിതർ, അവർക്കും സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ജോലി ചെയ്യുന്ന വ്യക്തിക്കും ആവശ്യമെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസ് മീൻസ് ആരാണ്? ആശ്രിതർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഇവിടെ ലക്ഷ്യമാക്കുന്നത്. ഓക്കെ. ഇൻ കേസ് ഓഫ് ആക്സിഡൻസ് അറൈസിംഗ് ഔട്ട് ഓഫ് ആൻഡ് ഇൻ ദ കോഴ്സ് ഓഫ്, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ ഇവിടെ. എംപ്ലോയ്മെന്റ് ആൻഡ് കോസിംഗ് ഏതർ ഡെത്ത് ഓർ ഡിസേബിൾമെന്റ് ഓഫ് വർക്ക്മെൻ, അതായത് ജോലി ചെയ്യുന്നതിനിടെ ജോലി സംബന്ധമായിട്ട് അപകടം സംഭവിച്ചാൽ കോമ്പൻസേഷൻ നൽകുന്നതിനാണ് ഈ നിയമം. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുകയാണെങ്കിൽ അതിന് കോമ്പൻസേഷൻ നൽകുന്നതിനാണ് ഈ നിയമം. ഓക്കെ. അത് മാത്രല്ല ട്ടോ, ജോലി ചെയ്യുന്നതിനിടെ സംഭവിക്കുന്ന അപകടം മൂലം എംപ്ലോയിക്ക് മരണം അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള കഴിവില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉണ്ടാവുകയാണെങ്കിൽ അതിനും എന്ത് കിട്ടും? ഈ നിയമപ്രകാരം കോമ്പൻസേഷൻ ലഭിക്കുന്നതാണ്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് കോമ്പൻസേഷൻ കൊടുക്കുന്ന നിയമമാണെന്ത്? വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊഴിലാളിക്ക് എന്തെങ്കിലും അപകടം, മരണം സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടാവുകയാണെങ്കിലോ അതിനും എന്ത് ചെയ്യണം? ഈ ഒരു നിയമം മൂലം കോമ്പൻസേഷൻ നൽകാം. ഓക്കെ, അത് ഈ നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. The Act imposes statutory liability, അതായത് ഉത്തരവാദിത്വമാണ് കേട്ടോ, അല്ലെങ്കിൽ ബാധ്യത, upon an employer to provide payment to employees when they suffer from physical disabilities and disease during the course of employment. ഇനി എന്താണ് പറയുന്നത്? അതായത് തൊഴിലാളിക്ക് ഇത്തരത്തില് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ മരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ ഉണ്ടായി കഴിഞ്ഞാൽ തൊഴിലാളിക്ക് എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള അതായത് അപകടം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണം സംഭവിക്കുകയാണെങ്കിൽ എംപ്ലോയർക്ക് നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ലീഗൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി ആർക്കുണ്ട്? എംപ്ലോയിക്കുണ്ട്. ഞാനിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഏത് സ്ഥാപനത്തിലാണോ ഞാൻ ജോലി ചെയ്യുന്നത് അവിടെയുള്ള തൊഴിലുടമ അല്ലെങ്കിൽ എംപ്ലോയർക്ക് എന്തുണ്ട്? എന്നെ സഹായിക്കാനുള്ള ലീഗൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ. ഇനി എന്താണ് കൊടുക്കേണ്ടത്? അതായത് എംപ്ലോയിക്ക് കോമ്പൻസേഷൻ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ, അതായത് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് ചെയ്യേണ്ടത്, നൽകേണ്ടത്. ഓക്കെ. പിന്നെ ജോലി ചെയ്യുന്നതിനിടെ നമുക്ക് ഉണ്ടാകുന്ന ശാരീരികപരമായിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ജോലിപരമായിട്ട് എന്തെങ്കിലും നമുക്ക് രോഗങ്ങളല്ലേ, ഒക്യുപ്പേഷണൽ ഡിസീസസ് ഉണ്ടാവാലോ, അങ്ങനെയുള്ള രോഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അതിനും എന്ത് ലഭിക്കുന്നുണ്ട്? കോമ്പൻസേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ 1923 ഈ നിയമം നിലവിൽ വന്നത്. ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പിന്നെ 1923 ഇത് നിലവിൽ വന്നതെങ്കിലും ഇത് ഇനാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇത് പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയില് 1924 ജൂലൈ 1. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞു, അല്ല 3 കാര്യങ്ങൾ പറഞ്ഞു. ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് പറഞ്ഞു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പറഞ്ഞു, വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പറഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ.
ഇല്ല. അപ്പൊ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ, പറയുന്ന കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ടില് ദ വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട് 1923 അണ്ടർലൈൻ ചെയ്യാം. Then അതിനുശേഷം provide workmen and or their dependents some in case of accidents rising out of and in the course of employment and causing either death or disablement of workmen. Underline ചെയ്യാം കേട്ടോ. അടുത്തത് the act imposes statutory liability upon an employer. Underline ചെയ്യുക. Statutory liability upon an employer. Underline ചെയ്യുക. Then അടുത്തത് അണ്ടർലൈൻ ചെയ്യുക. It came into force on first day of July 1924. അണ്ടർലൈൻ ചെയ്യുക. ചെയ്തോ? ഇത്രയും കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തോ? ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടില് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിന്റെ അവിടെ തന്നെ താഴെയായിട്ട് എഴുതട്ടെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെ തമ്മിലാണ് ഡിസ്പ്യൂട്ട്? ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയർ. എംപ്ലോയറും എംപ്ലോയറും തമ്മില്. എംപ്ലോയർ ബിറ്റ്വീൻ എംപ്ലോയർ അങ്ങനെ എന്തെങ്കിലും എഴുതുക. എംപ്ലോയർ ആൻഡ് എംപ്ലോയർ അങ്ങനെ എഴുതുക. പിന്നെ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ ആൻഡ് എംപ്ലോയി രണ്ടാമത്തെ കാറ്റഗറി. അവിടെ തന്നെ നോട്ടായിട്ട് എഴുതുക കേട്ടോ. മൂന്നാമത്തത് എംപ്ലോയി ആൻഡ് എംപ്ലോയി അല്ലെങ്കിൽ വർക്ക്മെൻ ആൻഡ് വർക്ക്മെൻ അങ്ങനെ ആ രീതിയിൽ എഴുതുക. ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ. ഇനി ഫുഡ് അഡൾട്രേഷൻ ആക്ടില് the act provides the protection from adulteration, contamination of food that may lead to the health risk of consumers. Underline ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് അണ്ടർലൈൻ ചെയ്യുക. The act regulates the use of chemicals, pesticides, flowers and other additives in food preparation.
ഓക്കെ, അടുത്തത് നമ്മള് നോക്കാനായിട്ട് പോകുന്നത് ട്രേഡ് യൂണിയൻ ആക്ട് ആണ് കേട്ടോ. ട്രേഡ് യൂണിയൻ ആക്ടിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും. എന്താണ് ട്രേഡ് യൂണിയൻ ആക്ട്? ട്രേഡ് യൂണിയൻ ആക്ട് എന്താ, എന്നാണ് നിലവിൽ വന്നതെന്ന് അറിയാമോ? ട്രേഡ് യൂണിയൻ ആക്ട് 1926. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ PDF പറഞ്ഞിട്ടുണ്ട് അത്, ഇല്ലല്ലോ? ഇല്ല അല്ലേ? 1926 നിലവിൽ വന്നതാണ് അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻ ആക്ട് 1926 എന്നത് തൊഴിലാളികൾക്ക്, എംപ്ലോയീസിന് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനും രജിസ്റ്റർ ചെയ്യാനും സംരക്ഷണം നൽകാനുമുള്ള നിയമമാണ്. ഞാൻ നോട്ട് തരാം കേട്ടോ, നോട്ട് നിങ്ങൾക്ക് തരാം. എന്താണ് ട്രേഡ് യൂണിയനുകള് രൂപീകരിക്കാൻ? ആർക്കാണ്? തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനും അത് രജിസ്റ്റർ ചെയ്യാനും സംരക്ഷണം നൽകാനുമുള്ള നിയമമാണ്. എന്താണ് ട്രേഡ് യൂണിയൻ? ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാല് ഒരേ സ്ഥാപനത്തിലോ മേഖലയിലോ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ചേർന്ന് അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ രൂപീകരിച്ചിരിക്കുന്ന സംഘടനയാണ് എന്ത് പറയുന്നത്? ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അവരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സംഘടന. നമ്മുടെ കേരളത്തിൽ കുറെ ട്രേഡ് യൂണിയൻസ് ഇല്ലേ? നാളെ സമരം ഉണ്ടായിരുന്നില്ലേ ട്രേഡ് യൂണിയനുകളുടെ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സ്ട്രൈക്ക് ഉണ്ടായിരുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പോ ചിലപ്പോ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ ചേർന്നിട്ട് അവരുടെ അവകാശങ്ങളും അവരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡ് യൂണിയൻ രൂപീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ട്രേഡ് യൂണിയൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ആക്ടിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്? ഒന്ന്, ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് തൊഴിലാളികൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം? യൂണിയൻ ഉണ്ടാക്കാവുന്നതാണ്. രണ്ടാമത്തത്, യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നു. ട്രേഡ് യൂണിയൻ ഉണ്ടായാൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം? ലീഗൽ ആയിരിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണം? അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്ത് ചെയ്യണം? അതിന് രജിസ്ട്രേഷൻ നേടാം. ഓക്കെ, പിന്നെ മൂന്നാമത്തത് എന്താണ്? തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. അതായത് തൊഴിലാളികളുടെ സാലറി, അവരുടെ ജോലി സമയം, പിന്നെ അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റ് തുടങ്ങിയ വിഷയങ്ങൾ തൊഴിലാളികളുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ആണ്, എംപ്ലോയറോടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ യൂണിയൻ റെപ്രസെന്റേറ്റീവ് ആകാം. ഇപ്പൊ ഒരു ഫാക്ടറിയിലെ തൊഴിലാളികള് അവിടുത്തെ എംപ്ലോയേഴ്സ്, തൊഴിലുടമകളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിന്റെ ഭാഗമായിട്ട് അവരുടെ ആ തൊഴിലാളികളുടെ ഭാഗമായിട്ട് വരുന്ന ട്രേഡ് യൂണിയന് ഇടപെടാം. റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ആ തർക്കം പരിഹരിക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രജിസ്ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള അംഗീകാരവും ലഭിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത്? ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ടത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ നേഴ്സുമാരുടെ ട്രേഡ് യൂണിയൻ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? നേഴ്സുമാര് നാളെ സമരത്തിലുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? അവരുടെ ശമ്പളം കൂട്ടണം എന്ന് പറഞ്ഞിട്ട് ട്രേഡ് യൂണിയൻ. അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആശുപത്രിയിലെ നഴ്സിന് സാലറി, വർക്കിംഗ് അവേഴ്സ്, ലീവ് തുടങ്ങിയ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചേർന്ന് നഴ്സസ് ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് മാനേജ്മെന്റിനോട് ആവശ്യങ്ങൾ ഉന്നയിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് എഴുതിയെടുക്കാം. മനസ്സിലായല്ലോ ട്രേഡ് യൂണിയൻ? ക്ലിയർ ആണോ? അപ്പൊ ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ, ട്രേഡ് യൂണിയൻസ്.
ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് കൊടുക്കുക കേട്ടോ. ട്രേഡ് യൂണിയൻ ആക്ട്. Trade Union Act. Trade Union Act 1926 is a law that provide. Trade Union Act 1926 is a law that provides for the formation, comma, registration, and the regulation of trade unions, and the regulation of trade unions. Trade Union Act 1926 is a law that provides for the formation, registration, and regulation of trade unions. എഴുതിയോ? അടുത്ത സെന്റൻസ് ആയിട്ട് എഴുതാ കേട്ടോ. A trade union is an organization formed by workers to protect their rights and interest. To protect their rights and interest. എഴുതിയോ? ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹെഡിങ് കൊടുക്കുക നിങ്ങള്. മെയിൻ പർപ്പസസ്. മെയിൻ ആക്ടിന്റെ മെയിൻ പർപ്പസസ് ആണ് കേട്ടോ. ആക്ട് മെയിൻ പർപ്പസസ് എന്ന് എഴുതുക. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക ഫോർമേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. Formation of trade unions. എന്നിട്ട് അതിന്റെ നേരെ ഒരു ഹൈഫൻ ഇടുക. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ പറയുന്നത്. വർക്കേഴ്സ് ക്യാൻ ഫോം എ യൂണിയൻ. വർക്കേഴ്സ് ക്യാൻ ഫോം എ യൂണിയൻ. Workers can form a union. Okay. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ. ഒരു ഹൈഫൺ ഇടുക എന്നിട്ട് എഴുതുക ട്രേഡ് യൂണിയൻസ് ക്യാൻ ബി ലീഗലി രജിസ്റ്റേർഡ്.
trade unions can be legally registered. Okay. Then മൂന്നാമത്തെ point എഴുതുക protection of workers' rights. മൂന്നാമത്തെ point ആണ് കേട്ടോ പറയുന്നേ protection of workers' rights. എന്നിട്ട് അതിന്റെ explanation എഴുതുക it helps protect workers regarding salary, working conditions, working hours, etc. അടുത്തത് നാലാമത്തെ പോയിന്റ് എഴുതുക representation. The union represents workers before the management. അഞ്ചാമത്തെ പോയിന്റ് എഴുതുക settlement of disputes. It helps workers deal with employment related disputes. Okay. എഴുതിയോ? ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഒന്നുമില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.